എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ കരടു പദ്ധതി രേഖ അംഗീകരിക്കുന്നതിനായി വികസന സെമിനാർ യോഗം ചേർന്നു. എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ സെമിനാർ ഉദ്ഘാടനം നിർവഹിച്ചു. നാടിനോടൊപ്പം നാട്ടുകാരോടൊപ്പം നമ്മൾ നിൽക്കുന്ന ഒരു ഭരണസമിതിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വാർഡ് നോക്കിയിട്ടോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷമോ ഒന്നും നോക്കാതെയാണ് എല്ലാ വാർഡിലേക്കും ഒരേപോലെ വന്നിട്ടുള്ള തുല്യമായിട്ടുള്ള ഫണ്ടുകൾ അവരവരുടെ ഇഷ്ടപ്രകാരം മെമ്പർമാരുടെ അവരെഴുതിക്കുന്ന പ്രകാരമാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഈ 2025-26 ഏറെക്കുറെ മാസങ്ങൾ മാത്രമേ ഈ ഭരണസമിതിയുടെ കാലാവധിയുള്ളൂ. അതിനുള്ളിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? കാരണം എനിക്ക് റോഡ് വേണം, വെള്ളം വേണം, വെളിച്ചം വേണം, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ എൻ്റെ ഒരു കൊണ്ട് സ്ഥലം വിട്ടുകൊടുക്കാനും പാടില്ല, എൻ്റെ നഷ്ടം വരാനും പാടില്ല. പക്ഷെ എനിക്കെല്ലാം വേണമെന്ന് എങ്ങനെ നടക്കുക? എല്ലാവരും കൂടി സഹകരിച്ച് കൂട്ടായി ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ വികസനവും എല്ലാവരുടെ വീടുകളിലും എത്തുക. സമ്പൂർണ്ണ വികസനമുള്ള ഒരു പഞ്ചായത്തായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഒരു പ്രയാസമില്ലാതെ ബഹുമാനപ്പെട്ട MLA നാട്ടുവെളിച്ചെന്ന് പറയുന്നു. എലവഞ്ചേരി പഞ്ചായത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഏത് പാദയാത്രയും ഒരു ടോർച്ച് പോലും ഇല്ലാതെ എല്ലാ മുക്കിലും മൂലയിലും എത്തുവരാൻ ഇപ്പൊ നമുക്ക് കഴിയും. കാരണം സമ്പൂർണ്ണമാണ്. വൈസ് പ്രസിഡന്റ് കെ സുപ്രിയ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കുട്ടികൃഷ്ണൻ വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ സൗദാമിനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ആർ ചന്ദ്രൻ, വി രജനി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ രാജൻ, മെമ്പർ ശാന്തകുമാരൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ശിവദാസൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. യോഗത്തിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ 20 അംഗൻവാടികൾ, 80 അയൽക്കൂട്ടങ്ങൾ, 14 സർക്കാർ ഓഫീസുകൾ എന്നിവയ്ക്കുള്ള ഹരിത സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. നവകേരളം കർമ്മ പദ്ധതി ബ്ലോക്ക് കോർഡിനേറ്റർ പ്രേമദാസ്, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഹാറൂൺ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. സെക്രട്ടറി വിജിൽ വി മോഹൻ നന്ദി പറഞ്ഞു.